നല്ല മെച്ചാണ് അങ്ങാടിപ്പുറത്ത്. 10,000 2,500 രൂപയുടെ മെച്ചാണ്. പെരിന്തൽമണ്ണ നഗരസഭയോട് വിട പറയാണ്. ഇവിടെ അടിപൊളി നഗരം എന്നും കൂടി പറയാം. എന്നിരുന്നാലും കുറേയൊക്കെ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അല്ല ബഷീറെ, ഈ റോഡ് ഏത് റോഡാണ്? ഏത് പിന്നെ 213 അതോ ഇത് ഏത് ഇപ്പോൾ അടിക്കടിക്ക് പോകണല്ലേ ഈ റോഡ് കിട? അപ്പോൾ ഇത് ഏത് റോഡാണ്? ഇപ്പൊ തന്നെ ചോദിക്കണ്ട, എനിക്കൊരു യാതൊരു വിശ്വാസം. അല്ല, ഈ പെരിന്തൽമണ്ണയും മലപ്പുറം ഒക്കെ പോകണല്ലേ? അപ്പോൾ പോയിട്ടില്ല അല്ലേ? എന്നാലും ഏകദേശം ഏത് റോഡാണെന്ന് അറിയോ? പെരിന്തൽമണ്ണ റോഡാ. പെരിന്തൽമണ്ണ റോഡ് അത് ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് ഏത് റോഡിലാണ് പെരുന്നത്? 213 16 അതോ NH 17 അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അറിയില്ല. ഇപ്പൊ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളങ്ങനെ കരിങ്കല്ലത്താണി എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണയ്ക്കാണ് പോണത്. പെരിന്തൽമണ്ണയ്ക്ക് പോകാറുണ്ട്. അവിടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗത്തേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ ഒരു ഇക്കോ ടൂറിസം ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് എന്തിനാണ് പോകണമെന്നുള്ളത് വണ്ടി ഓടിക്കണ ബഷീർ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിക്കോണമെന്നില്ല. അപ്പോൾ അവൻ പറയും ഇങ്ങോട്ട് എന്തിനാണ് പോണത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് പോണതെന്നൊക്കെ ബഷീർ വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ വിശദമായിട്ട് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ കാഴ്ചകൾ കൂടി ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് അവിടെ വിലക്കുറവുള്ളത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ സ്വന്തം കരിങ്കല്ലത്താണിയാണ്. അപ്പോൾ നമ്മളങ്ങനെ താഴേക്കോട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ചെറിയൊരു ടൗണാണ് താഴേക്കോട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് വാഹനങ്ങൾ വളരെ കമ്മിയും കൂടിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ നമ്മളങ്ങനെ പെരിന്തൽമണ്ണ ഏകദേശം എത്താറാവണം. അപ്പോൾ ഇത് സ്ഥലം എന്ന് പറഞ്ഞത് അമ്മണിക്കാടാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരുപാട് വെള്ളത്തിൻ്റെ വാട്ടർ പൈപ്പുകൾ ഇങ്ങനെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓരോ ആൾക്കാരും വെള്ളത്തിന് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ ഇതൊന്നും കാണുന്നില്ല, വെറുതെ കൊടുത്തിട്ട് വേസ്റ്റ് ആക്കി ഇടുക എന്നല്ലാതെ അതിൻ്റെ രീതിയിലുള്ളൊരു ഉപയോഗം ഇവിടെ ചെയ്യുന്നില്ല, അതിൻ്റെ അധികാരികൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ 2-3 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുണ്ടാവും ഇത് കൊടുന്നിട്ടിട്ട്. അത് എന്താണാവോ അവരിത് ശരിപ്പെടുത്താത്ത എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണയുടെ EMS ഹോസ്പിറ്റലിലേക്ക് പോണ വഴി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെറിയൊരു മരുന്നിൻ്റെ, അതായത് മെഡിക്കലിൻ്റെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒരു മണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പെരിന്തൽമണ്ണ സെൻറ്റർ അങ്ങാടിപ്പുറം കഴിയുന്നവരെ. അപ്പോൾ ഇവിടുന്നൊക്കെ ഫുള്ള് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പിന്നെ മരുന്നിൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടി ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ഏകദേശം എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു സലീം ഖാൻ്റെ ബിരിയാണി കട എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. ബിരിയാണി കട അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാലും പോരാ, അത് അവിടെ ഒരുപാട് ആൾക്കാർ പിന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ പെരിന്തൽമണ്ണ ഏരിയയിൽ നിന്ന് മാത്രമല്ല മണ്ണാർക്കാട് നിന്നും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനടക്കം മണ്ണാർക്കാട്ടുകാരനാണ്. നമ്മളും കൂടി ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്, പറയാനൊന്നുമില്ല. സലീം ഖാ അടിപൊളി ബിരിയാണിയാണ്. ഒരുപാട് ആൾക്കാർ, പക്ഷേ അവിടെ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം കൂടി ഇല്ല. ഒക്കെ കാറും ബൈക്കിലൊക്കെ ആയിട്ടാണ് വരല അധികം. പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതേപോലെ ഇരിക്കാനും കൂടി സ്ഥലമല്ല അവിടെ. നമ്മൾ ചെന്നുകൊണ്ട് പെട്ടെന്ന് ബിരിയാണി കഴിച്ചു. ബഷീർ നന്നായിട്ട് ആസ്വദിച്ച് ബിരിയാണി കഴിക്കുമായിരുന്നു. അപ്പോൾ അവന് ഇനി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അടിപൊളി ബിരിയാണി തന്നെയാണ്, അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് അങ്ങാടിപ്പുറത്തേക്കാണ്. അങ്ങാടിപ്പുറത്തേക്ക് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവൻ പറയും. അവൻ പറയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബഷീറേ, ഈ ബിരിയാണി മേടിച്ചു തന്നു. ബിരിയാണി ഈ നല്ലോണം കഴിച്ചു. ഒരു മിനിറ്റ്, ഇനി നമ്മൾ എങ്ങനെ പോകണമെന്ന് ബഷീർ വിശദമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഏതൊക്കെയാണുള്ളത്. ബഷീറേ, നമ്മൾ എങ്ങനെ പോകണം? ബിരിയാണി കഴിച്ചു. ഇനി അങ്ങാടി പുറത്തേക്ക് ഒരു ക്ലോസറ്റ് എടുക്കാൻ പോവുകയാണ്. മണ്ണാർക്കാട്ടത്തേക്കാട്ടിലും നല്ല മെച്ചാണ് അങ്ങാടി പുറത്ത്. 2000-2500 രൂപയുടെ മെച്ചാണ് അങ്ങാടി പുറത്ത്. ശരിക്കും സാധാരണ ക്ലോസറ്റിന് എത്ര രൂപയാവും? സാധാരണ 6500, 7, 8. അത് ഇവിടെ 2000-ന് ഇവിടെ 3000, 2000, 3500 ആ റേറ്റിൽ കിട്ടൂലേ? അപ്പോൾ നമ്മൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞത് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ അത്ര റോഡുകളുടെ വികസനമൊന്നും പോരാ. എല്ലാം പറഞ്ഞ പോലെ പാതി വഴിയിലാണ്. അപ്പോൾ റോഡിന് വീതി കൂട്ടുക എന്നുള്ളത് ഇവിടെ ബ്ലോക്കിൽ പെടാനുള്ള ചാൻസ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് മാത്രം വലിയ തിരക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ഇതിക്കടെ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ പാലം വന്നിട്ട് നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്നാണ് ബ്ലോക്ക് സാധാരണ തുടങ്ങൽ. എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ ഏകദേശം ഒരു ബ്ലോക്ക്. അതായത് ഇവിടെ എത്ര ഇങ്ങോട്ട് പിന്നെ വാഹനങ്ങൾ എത്ര ഇങ്ങോട്ട് ഇതാക്കിയാലും ഭയങ്കര ബ്ലോക്ക്, ഭയങ്കര രൂക്ഷമാണ്. എന്താ പറയില്ല, നിരവധി വാഹനങ്ങളാണ് ഇവിടെ ഓരോ മിനിറ്റിലും ബ്ലോക്ക് ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. മുന്നത്തെ കാര്യം പറയേ വേണ്ട. ഇതൊക്കെയാണ് ശരിക്കും അധികാരികളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ. ആർക്കും അതിന് നിൽക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും വേഗതയാണ് എപ്പോഴും വേണ്ടത്. ഇവിടെ ഇത്രയും തിരക്കുണ്ടാവാനുള്ള ഒരു കാരണം ഈ സിസ്റ്റമാണ്. ഒരു പാലത്തിൽ കൂടെ 2 വണ്ടികൾ, 2 സൈഡിൽ കൂടെയും ഓരോ വണ്ടികൾ. അപ്പോൾ പിന്നെ തിരക്ക് കൂടുതലല്ലേ. ഒക്കെ ഒന്നാമത് ഈ വലിയ വാഹനങ്ങൾ വരുമ്പോഴാണ് ഈ ചെറിയ വാഹനങ്ങൾ ഇതേപോലെ കയറി വരുമ്പോഴും അങ്ങനെ ഒരുപാട് റാഷായിട്ട് ഡ്രൈവിങ് ചെയ്യുമ്പോൾ പിന്നെ ബ്ലോക്ക് ആവുകയാണ് കൂടുതൽ. അപ്പോൾ ചെറിയൊരു വീതി മാത്രമേ ഉള്ളൂ ഈ പാലത്തിന്. സാധാരണ വലിയ വീതി അത്ര വലിയ തോന്നുന്നില്ല. എന്തോ നമുക്ക് കുറച്ചും കൂടി പോവാനുണ്ട്. പിന്നെ ബാക്കിലത്തെ കാര്യം നോക്കാതിരിക്കുക നല്ലത്. കാരണം അത്രയും വാഹനങ്ങൾ ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ്. എന്തൊരു ദുർവിധിയാണല്ലേ കേരളത്തിലെ ഡ്രൈവർമാർ, വാഹനത്തിലെ ഓടിക്കുന്ന ഡ്രൈവർമാർ പിന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇത് വലിയൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോട് റോഡിലേക്ക് ചേർന്നു. അങ്ങാടിപ്പുറം അവിടെ ഭയങ്കര ബ്ലോക്കാണ്. എന്ത് ബ്ലോക്ക് അറിയോ? ശരിക്കും ഒരു 15-20 മിനിറ്റ് നേരം അങ്ങാടിപ്പുറം പാലത്തുനിന്ന് ഇങ്ങോട്ട് പിന്നെ വരാൻ നോക്കിയിട്ട്. പക്ഷെ വണ്ടികൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ വന്നോണ്ടേ ഒരു രക്ഷയില്ല. അതിനായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ഉണ്ട്. കൂടുതൽ നമ്മുടെ കാറുകളാണ്. എന്താ ഇവർ ഈ കാറ് കൊണ്ട് വെറുതെ നഗരം ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്നൊരു സംശയം.
പക്ഷെ മണ്ണാർക്കാടിനെ പോലെ ഈ ഇടയ്ക്കിടെ കുത്തിത്തിരിയുടെ പരിപാടി ഇവിടെ അത്ര കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അധികം നമ്മുടെ മണ്ണാർക്കാടൊക്കെ മൊത്തം കുത്തിത്തിരിക്കുകയും കൊണ്ടാവും, ബൈക്കേരും കാറേരും കയറുക. ഇവിടെ അങ്ങനെ കാണാമല്ല. അപ്പോൾ ബാക്കി നമുക്ക് പോണ വഴി പറയാം. ഹലോ, അത് എയറുള്ള കാരണം ഒറ്റ റോഡുള്ളതാണ് കണ്ടുള്ളത്. സൈഡിൽ കൂടെ മൊത്തം അത് തുറന്നു നോക്കോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കടയുടെ കാര്യങ്ങൾ ഉള്ളിലത്തെ ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് ഇവന് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഈ ഐറ്റംസൊക്കെയാണ്. ഇപ്പം ഇതിൽ മൊത്തം 5855 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു 10 രൂപയുടെ ഉള്ളിൽ പിന്നെ വന്നിട്ടുണ്ടാവും പൈസ. അപ്പോൾ എത്രയും മെച്ചാണെന്നും കൂടി പറയാം നമുക്ക്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം ഇവിടേക്ക് ഓടണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പിന്നെ ലാഭം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അവിടെ വലിയൊരു ഗോഡൗൺ തന്നെയാണ് ക്ലോസറ്റിൻ്റെ. അങ്ങനെ നമുക്ക് വേണ്ട ബാത്റൂം, സാനിറ്ററി വെയർ ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ, എല്ലാതും. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അത്യാവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട് പല ഭാഗത്തു നിന്ന് വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലുള്ള പിന്നെ അങ്ങാടിപ്പുറത്താണ് ഈ വമ്പിച്ച ഓഫർ ആദായ വിൽപ്പന എന്ന് പറഞ്ഞുള്ള കട. അടിപൊളി കട തന്നെയാണ്. ഉള്ളിലേക്കാണ് കയറി നോക്കിയപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളവിടുന്ന് സാധനം ക്ലോസറ്റ് എടുത്ത് വാങ്ങിയിട്ട് വണ്ടിയിൽ കയറ്റി വെച്ച് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്ന പോലെയുള്ള കാഴ്ചകളായിരിക്കില്ല. റോഡിൻ്റെ കാര്യങ്ങളും നമ്മുടെ കോടികുത്തി മലയും പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലം ബ്ലോക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ബ്ലോക്ക് അതാ അവിടെ നിന്ന് തുടങ്ങി. ഈ പാലക്കാട് കോഴിക്കോട് ബസ്സുകാരെ ഒരു യാതന. അതായത് അവർ പോണത് റോങ് ആയിട്ടല്ല പോണത്. കാരണം അവർക്ക് അവിടെ സമയത്ത് എത്തണം. അവർ ആ സമയത്ത് ഓരോ സ്റ്റാൻഡിൽ ഓരോ
സ്റ്റേജിൽ അവരുടെ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെന്താ പറയുക ഇടങ്ങാറായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാവരും പറയും ബസ്സുകാരെ പറ്റിയിട്ട് രണ്ടറ്റം മുട്ടിക്കാനാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണെന്നൊക്കെ നമ്മൾ വലിയ ഇടയിൽ കളിയാക്കാറുണ്ട്. അപ്പോൾ ബസ്സുകാരുടെ അവസ്ഥ ഒന്നുകൂടി മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും എത്രമാത്രം ബ്ലോക്കാണെന്നുള്ളത്. കാരണം ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം അവർക്ക് അവിടെ എത്താൻ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു ബസ് ഡ്രൈവറുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങാടിപ്പുറം പാലം നമ്മൾ കയറുകയാണ്. നമ്മൾ അവിടുന്ന് വരുമ്പോൾ ചെറിയൊരു ബ്ലോക്ക്, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ ഇതാക്കുന്ന ഒരു രീതി കണ്ടു നമ്മൾ. അപ്പോൾ അവിടെ ഇവിടെ ഒരേപോലെ തന്നെയാണ് ഒക്കെ, എന്താ പറയുക, ഒരു തരം വിഭ്രാന്തി. അപ്പോൾ ആ ഒരു വിഭ്രാന്തി നമ്മുടെ ഈ അങ്ങാടിപ്പുറം പാലത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോഡിന് കാര്യമായിട്ട്, ഈ പാലത്തിന് കാര്യമായിട്ടുള്ളൊരു വീതിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മണ്ണാർക്കാടത്തെ നെല്ലിപ്പുഴ പാലത്തിൻ്റെ അത്ര വീതി പോലും ഈ പാലത്തിനില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞെങ്ങി പോണൊരു പാതയും കൂടി. അപ്പോൾ ഇത് മനഃപൂർവ്വം ഇവർ ഉണ്ടാക്കിയിരിക്കുകയാണോ എന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പാലത്തിലൂടെ പോകുമ്പോൾ അത്ര വലിയ സുഖമായിട്ടുള്ളൊരു യാത്രയല്ല. എന്താണ് പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു കുലുക്കം പോലെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ റോഡിന് ഭയങ്കര കുലുക്കം പോലെ തോന്നുക. എന്ത് അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണിത് അധികാരികൾ ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പറയാനുള്ളത് പറയുമ്പോൾ പറയാതിരിക്കുക നല്ലത്. അപ്പോൾ അങ്ങനെ അങ്ങാടിപ്പുറത്തിൻ്റെ ഒരു കാഴ്ച. ശനിയാഴ്ചയായിട്ടും തിരക്കിനൊരു കമ്മിയില്ല എന്ന് പറഞ്ഞ പോലെ. ഇവിടെ നമ്മുടെ ഈ പെരിന്തൽമണ്ണ മെയിൻ റോഡിൽ ഇവിടെ ശരിക്കും 2 വരി പാതയാണ്. ഈ 2 വരി പാതയിൽ ഇവിടെ സെൻട്രലിലുള്ള ലൈൻ ട്രാഫിക്കിൻ്റെ വരകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ ലോറിക്കാരെ ഇല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകാർ കാറുകാർ ഇവർക്കൊന്നും കറക്റ്റ് ലൈന് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ലൈനിൻ്റെ ഒരു വെള്ളവരകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടിയും അടിപൊളിയാവും. പക്ഷേ അതിന് മുന്നേ റോഡ് പിന്നെ ഒന്ന് റീടാറിങ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോൾ കാണാനുള്ളൊരു സംഭവം. അപ്പോൾ ഈ റോഡിൽ പെരിന്തൽമണ്ണ നഗരസഭ ലൈൻ ട്രാഫിക്കിന്ന് വെള്ളവര സിഗ്നലിലും അതേപോലുള്ള ട്രാഫിക്കിൻ്റെ സീബ്ര ലൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ബഷീർ പറയാണ്, ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കണേ. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റിൽ താഴെയുള്ളതാണ്. അപ്പോൾ അവനത് കാണാനുള്ള ഒരു ക്ഷമ കൊടുക്കണം എന്നാണ് നമ്മൾ ഈ വേളയിൽ പറയണത്. അപ്പോൾ ഞാനിനി അടുത്തത് കൊടികുത്തിമല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടുത്തെ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, അതേപോലെ പോയി കണ്ടിട്ടും ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം.
അടിപൊളി നഗരം എന്നും കൂടി പറയാം. എന്നിരുന്നാലും കുറേയൊക്കെ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നഗരത്തിൽ പാലിക്കേണ്ട നഗരവൽക്കരണം എങ്ങനെയെന്നൊക്കെ ചെറിയൊരു സൂചനയും കൂടിയാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭ. എന്നാലും റോഡിൻ്റെ കാര്യത്തിൽ അത്ര പോരാ എന്നാണ്. ഒരു 60% നമുക്ക് ഈ റോഡിനെ അംഗീകരിക്കാം. പിന്നെ ഇപ്പോൾ ഒന്നാമത് നമ്മളെ ഭരിക്കുന്നത് LDF സർക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ കുറ്റങ്ങളും കുറവുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിനി നേരെ കാണാൻ പോണത് നേരെ കൊടികുത്തി മലയിലെ അവിടെ ഒരു ഗ്ലാസിൻ്റെ ബ്രിഡ്ജും അതേപോലെ തന്നെ അവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് റോഡിൽ നിന്ന് നോക്കിയാൽ ഏകദേശം കാണാം, വലിയ കാഴ്ചയൊന്നും കാണില്ല. പിന്നെ അതിൻ്റെ ടോപ്പിൽ പിന്നെ വലിയൊരു എന്താ പറയുക ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ടവറാണ്, ബിൽഡിംഗ് അല്ല. അപ്പോൾ ആ ടവറിന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് പിന്നെ ഈ പെരിന്തൽമണ്ണ അതേപോലെ നമുക്ക് പല പല സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടേക്കൊക്കെ ഞങ്ങൾ ഒരു ദിവസം പോവാം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളങ്ങനെ മണ്ണാർക്കാട് എത്തി. ഇപ്പോൾ പോണ കാഴ്ചയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ കാണുക. അപ്പോൾ ഒരു വില കുറഞ്ഞ ക്ലോസറ്റ്, ബാത്റൂം, സാനിറ്ററി വെയർ എല്ലാ ഐറ്റംസും അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവിടുന്ന് കുറച്ചൊക്കെ നമുക്ക് വില കമ്മിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ എടുക്കാൻ ശ്രമിക്കുക.